ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി, ഗുരുവായൂർ ഏകാദശി, മോക്ഷദ ഏകാദശി. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി മോക്ഷദ ഏകാദശിയായി ആചരിക്കുന്നു. ഇത് രണ്ടും ഇത്തവണ ഒറ്റ ദിവസമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ പുണ്യദായകമാണ് ഈ ഏകാദശി. ഏകാദശിയെപ്പറ്റി വിശദമായ വീഡിയോ മുമ്പ് ഇട്ടിരുന്നു. വ്രതകഥയും എല്ലാം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏകാദശിയുടെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത് എന്നുള്ള സകല വിവരങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നേ ദിവസം ഭഗവാൻ ശ്രീഹരി അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസമാണ്. ഭഗവത്ഗീതയുടെ 5161 ആനിവേഴ്സറിയാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തിട്ട് 5161 വർഷമായി. അതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ഭഗവാന്റെ പ്രതിഷ്ഠ നടന്നത് ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നാരായണീയം മേൽപ്പത്തൂർ എഴുതി സമർപ്പിച്ചതും ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു വൃശ്ചികം 28 മേൽപ്പത്തൂർ നാരായണീയം എഴുതി സമർപ്പിച്ചത്. ആ വൃശ്ചികം 28 എന്നാണോ അദ്ദേഹം എഴുതി സമർപ്പിച്ചത്, ആ വർഷം അതൊരു ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ കേശവനാന ആ ദിവസമാണ് വിഷ്ണുപാദം പൂകിയത് എന്നും വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഏകാദശിയുടെ പ്രത്യേകതകൾ. പിന്നെ മോക്ഷദ ഏകാദശിയുടെ വ്രതകഥ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 വർഷം തപസ്സു ചെയ്താൽ കിട്ടുന്ന പുണ്യമാണ് ഈ ഏകാദശി വ്രതം എടുത്താൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാരണാ സമയമാണ്. അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാം. പലർക്കുമുള്ള സംശയമാണ് പീരീഡ്സ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുലയും ബാലായ്മയുള്ള സമയത്ത് എങ്ങനെയാണ് വ്രതം എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഏത് സമയത്ത് വേണമെങ്കിലും ഭഗവാനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും കുളിക്കുക. വ്രതം അനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം രാവിലെയും വൈകുന്നേരവും ജപിക്കുക. നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ നമുക്ക് പീരീഡ്സ് ആയിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ ബാലായ്മയോ പുലയോ ഒക്കെയുള്ള സമയത്ത് ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് കത്തിക്കാനോ സാധിക്കുകയില്ല. ഇത് ചെയ്യണ്ട എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിന് ഇങ്ങനെയുള്ളതൊന്നും തന്നെ യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. ഏത് സമയത്തും ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നമുക്ക് ധൈര്യപൂർവ്വം ജപിക്കാവുന്നതാണ്. നിങ്ങൾ ഓർക്കുക, ചിലർ നമ്മളോട് പറയും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നാമമേ ചെല്ലരുത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എന്തിനാണ് നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും ഭാഗവതം കഥകൾ പറയുന്നത്, ഭഗവാന്റെ കഥകൾ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. രജസ്വലയായി ഒറ്റമുണ്ട് ഉടുത്തു നിൽക്കുന്ന ദ്രൗപദിയാണ് തൻ്റെ 5 ഭർത്താക്കന്മാർ തലകുനിച്ച് തന്നെ രക്ഷിക്കാൻ ശക്തിയില്ലാത്തവരായി ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ എന്ന് വിളിച്ചു കരഞ്ഞത്. രജസ്വലയായി ഒറ്റമുണ്ടുടുത്ത് നിൽക്കുന്ന ആ ദ്രൗപദിയെ ദുശാസനൻ എന്ന ദുഷ്ടൻ കൗരവസഭയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. ആ സഭയിൽ ഭർത്താക്കന്മാർ ഇരിപ്പുണ്ട്, തലകുനിച്ച് വീരന്മാരാണ്. മറ്റു പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ ഇരിപ്പുണ്ട്. ദ്രോണരുണ്ട്, ഭീഷ്മരുണ്ട്, ധൃതരാഷ്ട്രരുണ്ട്, എല്ലാവരും ഉണ്ട്. വിതുരരുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല.
ദ്രൗപദി ആശയറ്റവളായി, നിസ്സഹായയായി ഭഗവാനെ എന്ന് വിളിച്ചു കരയുന്നു. ആ സമയത്ത് ഭഗവാൻ ശ്രീഹരി ഓർത്തോ, ദ്രൗപദി രജസ്വലയാണ്, ഈ സമയത്ത് എന്ത് സംഭവിച്ചാലും എന്നെ വിളിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ പോകാൻ പാടില്ല എന്ന് ഭഗവാൻ ഓർത്തില്ലല്ലോ. ആ രജസ്വലയായി തന്നെ ആശ്രയിച്ച് വിളിക്കുന്ന ആ ഭക്തയുടെ മുമ്പിലേക്ക് ഭഗവാൻ അവളുടെ നഗ്നത മറയ്ക്കാനായി വസ്ത്രവുമായി എത്തുകയാണ്. ഭഗവാൻ നൽകിയ ആ വസ്ത്രം കൊണ്ട് ദ്രൗപദി തൻ്റെ നഗ്നത മറയ്ക്കുകയാണ്. ദുശാസനൻ ആ വസ്ത്രം പിടിച്ചു വലിക്കുമ്പോൾ അതിനു പകരമായി ഭഗവാൻ വസ്ത്രം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്തിനാണ് നമ്മൾ ഈ കഥകളൊക്കെ പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇങ്ങനെ അന്ധമായി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒരു നിമിഷം പോലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാതെ ഇതെല്ലാം ദോഷമാണോ എന്ന് കരുതിയിരിക്കുന്നത് മൗഢ്യമാണ്, മൂഢത്വമാണ്. ഭഗവാന് യാതൊരു അശുദ്ധങ്ങളുമില്ല. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമുക്ക് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ മന്ത്രജപം, ചില പൂജകൾ, അതിനൊക്കെ ചില വിധിയുണ്ട്, ചില നിഷ്ഠകളുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആ സമയത്ത് നമ്മൾ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് അത് അവിടെ ഒരു മന്ത്രജപത്തോടു കൂടി ഒരു പ്രതിഷ്ഠ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് ചില ശക്തിവിശേഷങ്ങളുണ്ട്, ചില ആചാരങ്ങളുണ്ട്, ചില അനുഷ്ഠാനങ്ങളുണ്ട്. അതും നമ്മുടെ പ്രാർത്ഥനയുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് ഏത് സമയത്തും ജപിക്കാൻ പറ്റുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ നാമം നമുക്ക് ജപിക്കാം. പീരീഡ്സ് ആയിരിക്കുമ്പോഴും പുലയുള്ളപ്പോഴും ബാലായ്മയുള്ളപ്പോഴും നമുക്കത് ജപിക്കാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ പീരീഡ്സ് ആയിക്കോട്ടെ, രാവിലെ കുളിക്കുക, തലേദിവസം വൃതഭക്ഷണം കഴിക്കുക, ഒരിക്കൽ ഉണ്ണുക, നമ്മുടെ മുറിയിലിരുന്ന് നാമം ജപിക്കുക. പിറ്റേ ദിവസം ഏകാദശി നിങ്ങൾ എങ്ങനെയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ എടുക്കുക. പക്ഷേ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല. അത്രമാത്രം നമ്മുടെ മുറിയിലിരുന്ന് നമുക്ക് ശുദ്ധമായി ഭഗവാനെ പ്രാർത്ഥിക്കാം. ഇനി പ്രധാനമായിട്ടുമുള്ള മറ്റൊരു സംശയമാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ പാരണ വീടേണ്ടത്? അത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണ് നമ്മൾ പാരണ വീടുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുള്ള സമയത്ത്, അതായത് ഓരോ സ്ഥലത്തും പാരണാസമയം വ്യത്യാസമുണ്ട്. ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി ആ സമയത്ത് പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. അതല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് നാമം ജപിച്ച് ആ സമയത്ത് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. ഇനി പുലിയുള്ളവർക്കോ ബാലായ്മയുള്ളവർക്കോ അല്ലെങ്കിൽ പീരീഡ്സ് ആയിരിക്കുന്നവർക്കോ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് ഒന്നുമില്ല, രാവിലെ കുളിക്കുക, നമ്മുടെ മുറിയിലിരുന്ന് നാമം ജപിക്കുക. ഈ പറഞ്ഞ സമയത്തിന്, അതായത് പാരണാസമയത്ത്, അതിനു മുമ്പായിട്ട് നമ്മൾ കുളിച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് ശുദ്ധജലം നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വെക്കുക. ഈ പാരണാസമയത്ത് നമ്മൾ നാമം ജപിച്ച് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക. കുടിച്ച് ഭഗവാനെ, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ആ ശുദ്ധജലം കുടിച്ച് നിങ്ങളുടെ വ്രതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രാർത്ഥന ചെയ്യുക, അത് ഭഗവാൻ സ്വീകരിച്ചുകൊള്ളും. സാധാരണ നമ്മൾ എടുക്കുന്ന ഏകാദശിയേക്കാൾ കൂടുതലായി ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന വ്രതത്തിന് ഫലം കൂടുതലുണ്ടാകും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ സാഹചര്യത്തെ അനുകൂലമാക്കിക്കൊണ്ട് നമ്മൾ ഈശ്വര ഭജനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് നമ്മളോട് പ്രത്യേകമായ ഒരു സ്നേഹം തോന്നും. കാരണം ഭഗവാൻ ഭക്തവത്സലനാണ്. എന്നെ കൂടുതൽ സ്നേഹിക്കൂ, എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കൂ, എന്നെ എപ്പോഴും വന്ന് കണ്ടുകൊണ്ടിരിക്കൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭഗവാനാണ്. കാരണം നമുക്കായാലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എപ്പോഴും നമ്മളെ ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും.
നമ്മളെ കാണാൻ എപ്പോഴും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ട് തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമുക്കിഷ്ടമില്ലാത്ത ഒരാളോട് നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് നമുക്ക് എപ്പോഴും ഒരു പരിഭവവും ഒക്കെ കാണും. അതേപോലെ തന്നെയാണ് ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ ആ സ്നേഹം എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണമെന്ന് ഭഗവാൻ ഒരുപാട് ആഗ്രഹിക്കും. അത് ഭഗവാന്റെ ഒരു സ്വാർത്ഥതയാണ്. കാരണം ഭഗവാൻ പറയും ഭഗവത്ഗീതയിൽ, എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്, പക്ഷേ എനിക്കെൻ്റെ ഭക്തരോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ട്. എൻ്റെ ഭക്തരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാനത് സഹിക്കുകയില്ല. എൻ്റെ ഭക്തരെ സേവിക്കുന്നവരോട്, അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരോട് എനിക്കിച്ചിരി കൂടുതൽ സ്നേഹമുണ്ട്. അപ്പോൾ ഭക്തരേക്കാൾ കൂടുതൽ സ്നേഹം ആരോടാണ്? എൻ്റെ ഭക്തരെ നന്നായി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് സേവനം ചെയ്ത് എൻ്റെ ഭക്തരെ നന്നായി നോക്കുന്ന ആളുകളോട് എനിക്ക് ഇത്തിരി കൂടുതൽ സ്നേഹമുണ്ട്. ഭഗവാൻ ഉണ്ണികൃഷ്ണൻ, ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അല്ലേ, എപ്പോഴും നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ ഇങ്ങനെയിട്ട് വട്ടം കറക്കും, പരീക്ഷിക്കും. എന്തിനാണ്? എന്നെ വിട്ടിട്ട് പോകുന്നുണ്ടോ? എന്തെങ്കിലും ദുഃഖവും പ്രയാസവും ഒക്കെ വരുമ്പോൾ നാളെ മുതൽ എന്നെ വിളിക്കാതിരിക്കുന്നുണ്ടോ? എന്നെ കാണാതിരിക്കുന്നുണ്ടോ? എന്നെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നത്. അപ്പം എന്തൊക്കെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും ഭഗവാനേന്ന് വിളിച്ച് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൈകളിൽ മുറുകെ പിടിക്കും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ കൈ ഭഗവാൻ വിടില്ല, നമ്മളെ പിടിച്ച് നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് കഥകൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ പഠിച്ചു. എന്താണ്? ദുര്യോധനനും അർജുനനും കൂടെ യുദ്ധത്തിന് സഹായം തേടാനായിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന കഥ പല ആവർത്തി നമ്മൾ പറഞ്ഞതാണ്. അവിടെ ഭഗവാന് അല്പം കൂടുതൽ സ്നേഹം ആരോട് കാണിച്ചു? അർജുനനോട് കാണിച്ചു. ഇതും ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഭഗവാന് തൻ്റെ ഭക്തരോട് അല്പം സ്വാർത്ഥതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് ഏകാദശി ദിവസം ചെമ്പി വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂരമ്പലത്തിൽ ഒരു സംഗീതാർച്ചന ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇദ്ദേഹം ക്ഷേത്രത്തിൽ വരാതെ മറ്റൊരിടത്ത് പോയി സംഗീതാർച്ചന ചെയ്തു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് പാടാനായി കഴിഞ്ഞില്ല, ഒച്ച വന്നില്ല, ഒച്ച അടച്ചുപോയി. ഭഗവാന്റെ കളി അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് ഭഗവാൻ കളിപ്പിച്ചതാണ്, അവിടെ വരാഞ്ഞതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയുള്ള ലീലകൾ ആടിയതാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭഗവാന്റെ അടുത്ത് വന്ന് ക്ഷമയാചിച്ച് അവിടെ സംഗീതാർച്ചന നടത്തിയെന്നും പിന്നീടൊരിക്കലും അദ്ദേഹം അത് മുടക്കിയിട്ടില്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാനൊരു സ്വാർത്ഥത, എൻ്റെ ഭക്തനല്ലേ, എല്ലാ തവണയും ഇവിടെ വരുന്നതല്ലേ, എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന ഭഗവാന്റെ ഒരു ചെറിയൊരു സ്വാർത്ഥത. അതെന്തുകൊണ്ടാണ്? ഭഗവാന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരോട് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ഒരാൾ എന്തു ചെയ്താലും ഭഗവാൻ എന്തു ചെയ്യത്തില്ല? തിരിഞ്ഞു നോക്കില്ല. നമുക്കറിയാം, ഒരുപാട് ചീത്ത കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പലരും ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഭഗവാൻ അവരെ ശിക്ഷിക്കാത്തത്? കാരണം എന്താണ്? ഭഗവാൻ ഒരു കണ്ണുകൊണ്ട് പോലും അവരെ നോക്കുന്നില്ല. ഭഗവാൻ അവരോട് ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കെന്ത് വേണമെന്നുള്ള ഭാവത്തിൽ ഭഗവാൻ അങ്ങനെ നിൽക്കുന്നത്. ഒരവസരം വരുമ്പോൾ ഭഗവാൻ അതിൻ്റെ മുഴുവൻ കണക്കും തീർത്തുകൊള്ളും. അതൊക്കെയാണ് മഹാഭാരത യുദ്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോരുത്തരെയും എങ്ങനെ വധിക്കണം, അവർക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് ഭഗവാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഭഗവാൻ മധുരയിലേക്ക് പോകുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ രാധാറാണിക്ക് തൻ്റെ ഓടക്കുഴൽ ഭഗവാൻ കൊടുക്കുന്നു. മധുരയിൽ ചെന്നിട്ട് കുബ്ജയുടെ കൂന് നിവർത്തി കൊടുക്കുന്നു. ഭക്തനായ സുദാമാവിൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്.
ആർക്ക് എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഏത് സമയത്തും ഏതവസരത്തിലും ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ദുഃഖങ്ങളൊക്കെ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ സുഖം മാത്രമല്ല. പക്ഷേ എത്ര വലിയ ദുഃഖം ഭഗവാൻ തന്നാലും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഭഗവാൻ ആ ദുഃഖത്തിൽ നിന്നൊക്കെ നമുക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ബലം നമുക്ക് നൽകും. അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ഇനി നമുക്ക് പാരണാ സമയം നോക്കാം. ഏകാദശി തിഥി തുടങ്ങുന്നത് കേരളത്തിൽ ഡിസംബർ 11 വെളുപ്പിനെ 3:42 മുതൽ ഡിസംബർ 12 വെളുപ്പിനെ 1:09 വരെയാണ്. അതുകൊണ്ട് ഇത്തവണത്തെ മോക്ഷദ ഏകാദശി അതല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11. ഡിസംബർ 10 ഒരിക്കലുണ്ട് ഏകാദശി വ്രതത്തിലേക്ക് തയ്യാറെടുക്കുക. 11 ഏകാദശി, 12 പാരണ. കേരളത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് ഓരോ ജില്ലയുമല്ല, കേരളത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഡിസംബർ 12 പാരണ. പാരണാ സമയം രാവിലെ 6:28 മുതൽ രാവിലെ 10:20 വരെ. കേരളത്തിൽ പാരണ 12 രാവിലെ 6:28 മുതൽ 10:20 വരെ. ആ സമയത്ത് നമ്മുടെ വ്രതം നമ്മൾ നാമം ജപിച്ച് അവസാനിപ്പിക്കണം. 12 കൂടെ എല്ലാവരും, അതായത് പാരണ വീടിക്കഴിഞ്ഞാൽ ആ ദിവസവും കൂടി എല്ലാവരും ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് വളരെ ഉത്തമമാണ്. എപ്പോഴും ഞാൻ പറയും, പാരണ വീടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഓടി മീൻകടയിലേക്ക് പോയി മീനൊന്നും മേടിച്ച് കൂട്ടരുത്. അന്നും കൂടെ ആ ശുദ്ധമായ ആഹാരത്തിലിരുന്ന് നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. അത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം കേരളത്തിലെ പാരണാ സമയം 12 രാവിലെ 6:28 മുതൽ 10:20 വരെ. തമിഴ്നാട് 12 പാരണ 6:28 മുതൽ 10:09 വരെ. കർണാടക 6:32 മുതൽ 10:20 വരെ. എല്ലാം രാവിലെയാണ് 12. തെലുങ്കാന 6:37 മുതൽ 10:19 വരെ. ഒറീസ 6:28 മുതൽ 9:51 വരെ. ഗോവ 6:52 മുതൽ 10:36 വരെ. മഹാരാഷ്ട്ര 7:02 മുതൽ 10:42 വരെ. മധ്യപ്രദേശ് 6:52 മുതൽ 10:27 വരെ. രാജസ്ഥാൻ 7:07 മുതൽ 10:36 വരെ. ലക്നൗ 6:46 മുതൽ 10:15 വരെ. പഞ്ചാബ് 7:21 മുതൽ 10:43 വരെ. ഹരിയാന 7:11 മുതൽ 10:35 വരെ. ഗുജറാത്ത് 7:21 മുതൽ 10:56 വരെ. ഡൽഹി 7:05 മുതൽ 10:32 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 6:28 മുതൽ 9:18 വരെ. ജാർഖണ്ഡ് 6:28 മുതൽ 9:55 വരെ. ആസാം 6:28 മുതൽ 9:31 വരെ. ഛത്തീസ്ഗഡ് 6:32 മുതൽ 10:09 വരെ. ഇനി കുവൈറ്റിലും 12 രാവിലെ 6:33 മുതൽ 9:59 വരെ. ദുബായ് 12 പാരണ 6:55 മുതൽ 10:27 വരെ. ദോഹ ഖത്തർ 12 പാരണ 6:10 മുതൽ 9:42 വരെ. ബഹ്റിൻ 6:16 മുതൽ 9:46 വരെ. ബഹ്റിൻ 12 രാവിലെ 6:16 മുതൽ 9:46 വരെ. സൗദി അറേബ്യ 12 പാരണ 6:28 മുതൽ 10:01 വരെ. ഷാർജ UAE 12 പാരണ 6:55 മുതൽ 10:26 വരെ. അബുദാബി 12 പാരണ 6:57 മുതൽ 10:30 വരെ. ഒമാൻ 12 പാരണ 6:39 മുതൽ 10:13 വരെ. ഇനി അമേരിക്കയിൽ 11 ഏകാദശി 12 പാരണ രാവിലെ 12 രാവിലെ 7:18 മുതൽ 10:27 വരെ.
ജോർദാൻ. ജോർദാനിൽ 12-ാം തീയതി പാരണ, 12-ാം തീയതി രാവിലെ 7:27 മുതൽ 10:49 വരെ. ഇനി യു കെയിലും 11-ാം തീയതിയാണ് ഏകാദശി. യു കെയിൽ 12-ാം തീയതി പാരണ, 12-ാം തീയതി രാവിലെ 7:57 മുതൽ 10:35 വരെ. യു കെയിൽ 12-ാം തീയതി പാരണ 7:57 മുതൽ 10:35 വരെ രാവിലെയാണ്. സാംബിയയിൽ 12-ാം തീയതി പാരണ 5:30 മുതൽ 9:51 വരെ. സാംബിയ രാവിലെ 5:30 മുതൽ 9:51 വരെ 12-ാം തീയതി പാരണ. മാലിദ്വീപ്സ് 12-ാം തീയതി പാരണ രാവിലെ 6:03 മുതൽ 10:01 വരെ. മാലിദ്വീപ്സ് രാവിലെ 6:03 മുതൽ 10:01 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 12-ാം തീയതി പാരണ 7:59 മുതൽ 8:56 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 12-ാം തീയതി പാരണ 7:59 മുതൽ 8:56 വരെ. ഇനി അർമേനിയയിലും 12-ാം തീയതി പാരണ 8:15 മുതൽ രാവിലെ 8:15 മുതൽ 11:22 വരെ. കാനഡയിൽ 12-ാം തീയതി പാരണ 7:34 മുതൽ 10:29 വരെ. ഇസ്രായേലിൽ 12-ാം തീയതി പാരണ 6:30 മുതൽ 9:52 വരെ. സൗത്ത് ആഫ്രിക്ക 12-ാം തീയതി പാരണ 5:29 മുതൽ 10:16 വരെ. ജർമ്മനി 12-ാം തീയതി രാവിലെ 8:08 മുതൽ 10:43 വരെ. ഇനി റഷ്യയിൽ 12-ാം തീയതി രാവിലെ 8:51 മുതൽ 11:12 വരെ. ലിബിയയിൽ 12-ാം തീയതി രാവിലെ 8:01 മുതൽ 11:21 വരെ. നൈജീരിയയിൽ 12-ാം തീയതി രാവിലെ 6:36 മുതൽ 10:28 വരെ. ഇനി നമുക്ക് 2 ദിവസം ഏകാദശിയുള്ള സ്ഥലങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അതായത് ഓസ്ട്രേലിയയിൽ ഏകാദശി തിഥി വരുന്നത് ഡിസംബർ 11-ാം തീയതി രാവിലെ 9:12 മുതൽ ഡിസംബർ 12-ാം തീയതി രാവിലെ 6:39 വരെയാണ്. നമുക്ക് വേണമെങ്കിൽ ഏകാദശി 11-ാം തീയതി എടുക്കാം. 11-ാം തീയതി ഓസ്ട്രേലിയയിലുള്ളവർ ഏകാദശി എടുക്കുകയാണെങ്കിൽ 12-ാം തീയതി പാരണ വീടാം. പക്ഷേ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് പാരണാസമയം. ഉച്ചയ്ക്ക് ശേഷം 2:25 മുതൽ 5:19 വരെയാണ് പാരണാസമയം 11-ന് ഏകാദശി എടുക്കുകയാണെങ്കിൽ. എന്നാൽ വൈഷ്ണവ വിശ്വാസപ്രകാരം വൈഷ്ണവ ഏകാദശി 12-ാം തീയതിയാണ്. 12-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ 13-ാം തീയതി രാവിലെ 5:43 മുതൽ 10:33 വരെയാണ് സമയം. 13-ാം തീയതി രാവിലെ 5:43 മുതൽ 10:33 വരെ. കാരണം ഏകാദശി തിഥിയുടെ വ്യത്യാസമാണ്, അത് മനസ്സിലാക്കുക. ഇനി സിംഗപ്പൂരിലും ഇതുപോലെ തന്നെയാണ്. 11-നും ഏകാദശി എടുക്കാം, 12-നും ഏകാദശി എടുക്കാം. 12-ാം തീയതി വൈഷ്ണവ ഏകാദശി. അവിടെയും ഏകാദശി തിഥി വരുന്നത് 6:12 മുതൽ, അതായത് ഡിസംബർ 11-ാം തീയതി രാവിലെ 6:12 മുതലാണ് ഏകാദശി തുടങ്ങുന്നത്. ഏകാദശി തിഥി തീരുന്നത് ഡിസംബർ 12-ാം തീയതി രാവിലെ 3:39-നാണ്. അതുകൊണ്ട് തന്നെ 11-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ പാരണ വീടാം, രാവിലെ തന്നെ പാരണ വീടാം. രാവിലെ, അതായത് 12-ാം തീയതി രാവിലെ 8:58 മുതൽ 9:22 വരെയുള്ള സമയത്ത് പാരണ വീടാം, അതായത് 12-ാം തീയതി. ഇനി 13-നാണ് പാരണ വീടുന്നതെങ്കിൽ 13-ാം തീയതി രാവിലെ 6:57 മുതൽ 9:22 വരെ. ഇപ്പോൾ സിംഗപ്പൂരിലെ കാര്യമാണ് പറയുന്നത്. സിംഗപ്പൂരിൽ 11-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ 12-ാം തീയതി പാരണ, 12-ാം തീയതിയിലെ സമയം രാവിലെ 8:58 മുതൽ 9:22 വരെയാണ്. എന്നാൽ വൈഷ്ണവ ഏകാദശി 12-ാം തീയതിയാണ്. 12-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ 13-ന് പാരണ, 13-ാം തീയതി രാവിലെ 6:57 മുതൽ 9:22 വരെ. ഇനി വെല്ലിംഗ്ടൺ, ന്യൂസിലാൻഡ്, അവിടെ ഏകാദശി 12-ാം തീയതി മാത്രമാണ് അവിടെ ഏകാദശിയായിട്ട് വരുന്നത്. അതിന് കാരണം
ഡിസംബർ 11 രാവിലെ 11:12 മുതലാണ് ഏകാദശി തിഥി തുടങ്ങുന്നത്. ഡിസംബർ 12 രാവിലെ 8:39 അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ന്യൂസിലാൻഡിൽ ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്, വെല്ലിംഗ്ടൺ ന്യൂസിലാൻഡിൽ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് 12 12 ഏകാദശി എടുക്കുമ്പോൾ 13 പാരണ. 13 പാരണ വീടുന്ന സമയം രാവിലെ 5:42 മുതൽ 5:56 വരെ, വളരെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് പാരണ വീടണം. ഇനി ചൈനയിലും ഇങ്ങനെ തന്നെയാണ് ഏകാദശി തിഥി വരുന്നത്. 11 രാവിലെ 6:12 മുതൽ ഡിസംബർ 12 രാവിലെ 3:39 വരെയാണ്. അതുകൊണ്ട് ഏകാദശി നമുക്ക് 11 എടുക്കുകയാണെങ്കിൽ 12 പാരണ വീടാം. 12 പാരണ വീടുകയാണെങ്കിൽ 8:58 രാവിലെ 8:58 മുതൽ 8:59 വരെയുള്ള 1 മിനിറ്റ് സമയമേ ഉള്ളൂ. ആ സമയത്ത് പാരണ വീടണം, അതായത് 12. ഇനി 12 ഏകാദശി എടുക്കുന്നതെങ്കിൽ, വൈഷ്ണവ വിശ്വാസ പ്രകാരമുള്ള ഏകാദശി 12 എടുക്കുന്നതെങ്കിൽ 13 പാരണ വീടാം. 13 പാരണ വീടേണ്ടത് രാവിലെ 7:05 മുതൽ 9 മണി വരെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, വൈഷ്ണവ വിശ്വാസ പ്രകാരം ഏകാദശി എടുക്കുന്നത് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന പുണ്യ ദിവസമാണ് ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ജപ്പാനിൽ ഇതേപോലെ തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 11 രാവിലെ 7:12 അവസാനിക്കുന്നത് ഡിസംബർ 12 രാവിലെ 4:39 11 ഏകാദശിയായിട്ട് ആചരിക്കാം. 12 ആണെങ്കിൽ വൈഷ്ണവ വിശ്വാസ പ്രകാരമുള്ള വൈഷ്ണവ ഏകാദശി ഏതാണോ സൗകര്യം അതെടുക്കാം. ഇനി 11 ഏകാദശിയായിട്ട് എടുക്കുകയാണെങ്കിൽ 12 പാരണ. 12 പാരണ വീടേണ്ടുന്ന സമയം ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് 12:34 മുതൽ 2:31 വരെയുള്ള സമയം. ഇനി 12 വൈഷ്ണവ വിശ്വാസ പ്രകാരമുള്ള ഏകാദശി എടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ 13 പാരണ. 13 രാവിലെ 6:42 മുതൽ 8:40 വരെ. ഇനി ഡെൻമാർക്ക്, വെസ്റ്റേൺ ഓസ്ട്രേലിയ, അവിടെ ഏകാദശി തിഥി തുടങ്ങുന്നത് ഡിസംബർ 11 രാവിലെ 6:12 മുതൽ ഡിസംബർ 12 രാവിലെ 3:39 വരെയാണ്. 11 ഏകാദശി എടുക്കുകയാണെങ്കിൽ 12 പാരണ. 12 പാരണാ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:31 മുതൽ 4:25 വരെയാണ്. ഇനി 12 ഏകാദശി എടുക്കുകയാണെങ്കിൽ വൈഷ്ണവ വിശ്വാസ പ്രകാരമുള്ള ഏകാദശി 12 അതെടുക്കുകയാണെങ്കിൽ 13 പാരണ. 13 രാവിലെ 4:51 മുതൽ 7:44 വരെയുള്ള സമയം. ഇനി മലേഷ്യയിലും ഇതുപോലെ തന്നെ ഏകാദശി തിഥി തുടങ്ങുന്നത് ഡിസംബർ 11 രാവിലെ 6:12 മുതൽ ഡിസംബർ 12 രാവിലെ 3:39 വരെയാണ്. 11 ഏകാദശി എടുക്കുകയാണെങ്കിൽ 12 പാരണ. 12 രാവിലെ 8:58 മുതൽ 9:32 വരെ. 12 ഏകാദശി വൈഷ്ണവ വിശ്വാസ പ്രകാരമുള്ള ഏകാദശി, മോക്ഷദ ഏകാദശി അതെടുക്കുകയാണെങ്കിൽ 13 പാരണ. 13 രാവിലെ 7:09 മുതൽ 9:33 വരെയാണ്. ഇക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 2 ദിവസവും ഏകാദശി എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ ആ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ശുദ്ധമായ ആഹാരത്തിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ഹരിവാസര സമയം. എന്താണ് ഹരിവാസര സമയം? ഭഗവാൻ ശ്രീഹരിയുടെ സാന്നിധ്യം ഭൂമിയിൽ കാണപ്പെടുന്ന സമയമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. ആ സമയം ഭഗവാനെ കൂടുതലായി വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകമായ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഹരിവാസര സമയം ഡിസംബർ 11 സന്ധ്യയ്ക്ക് 6:28 തുടങ്ങും. അതുപോലെ തന്നെ ഡിസംബർ 12 രാവിലെ 6:27 അവസാനിക്കുകയും ചെയ്യും. അതായത് ഏകാദശി സന്ധ്യ അന്നു മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയാണ്. അതുകൊണ്ട് പരമാവധി സമയം സന്ധ്യാപ്രാർത്ഥനയുടെ കൂടെ ഇരുന്ന് നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രിയിലൊക്കെ നാമം ജപിക്കുക, ഭഗവാനെ ഓർത്തിരിക്കുക. ഇനി ഗുരുവായൂർ പോകുന്ന എല്ലാവരും തന്നെ സന്ധ്യ മുതൽ വെളുപ്പിനെ വരെ ആ ക്ഷേത്രത്തിലിരുന്ന്
നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് ഭയങ്കരമായ ഫലസിദ്ധിയെ പ്രദാനം ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠമാണ്. ഏകാദശി ദിവസം ഭഗവാൻ അവിടെ ഓടിക്കളിക്കുന്നുണ്ടാകും, പ്രത്യേകിച്ച് ഹരിവാസര സമയം. അത് ഒന്നോർത്തിരിക്കുക. അത് ഉത്തമമായ സമയമാണ്. ഇനി വീട്ടിൽ തന്നെ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ, നമ്മുടെ ആരോഗ്യം അതിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഫലമാണ്. കാരണം ആ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കുറേയൊക്കെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾക്ക് ഒരു ബുദ്ധിയുണ്ട്. ഭഗവാൻ നമുക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തണം. അപ്പോഴാണ് ശരിയായ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും അതങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അതൊന്ന് മനസ്സിലിട്ട് നമ്മൾ ആലോചിക്കുക, ശരിയോ തെറ്റോ എന്നുള്ളത്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈശ്വരനെ സ്നേഹിക്കുക. ഈശ്വരൻ സ്നേഹമാണ്. നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വടിയെടുത്ത് അടിക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ ഒന്നുമല്ല ഭഗവാൻ. ഭഗവാൻ അങ്ങേയറ്റം നമ്മളോട് സ്നേഹമാണ്. നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാം ഭഗവാൻ അറിയാം. ഇപ്പോൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണ്, ഒരുപാട് ഹെവി ഡോസൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ അവർക്ക് ഏകാദശി വ്രതം എടുക്കണമെന്ന് വല്ലാത്ത മോഹമായിരിക്കാം. അപ്പോൾ ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ അറിയാതെ അവരുടെ കണ്ണൊന്ന് അടഞ്ഞു പോകാം, ചിലപ്പം ഒന്ന് ഉറങ്ങാതെ അവർക്ക് പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരും. അതൊക്കെ ഭഗവാൻ അറിയാം. കാരണം ഭഗവാനാണ് നമുക്ക് ഇതെല്ലാം വരുത്തിയത്, ഇതെല്ലാം തന്നത് ഭഗവാനാണ്. അപ്പം നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടായാൽ അതൊക്കെ പൊറുക്കുന്നവനാണ് ഭഗവാൻ. അതല്ലാതെ അയ്യോ ഞാൻ അല്പസമയം എൻ്റെ കണ്ണൊന്ന് അടഞ്ഞു പോയല്ലോ, ഞാൻ ഉറങ്ങിപ്പോയല്ലോ, അതുകൊണ്ട് എൻ്റെ വ്രതം അങ്ങ് നശിച്ചു പോയി, അവസാനിച്ചു പോയി, അതിൻ്റെ ഫലം ഇല്ലാതായിപ്പോയി, ഇങ്ങനെയൊന്നും ചിന്തിച്ച് വിഷമിക്കരുത്. ഭഗവാൻ അറിയാം എല്ലാ കാര്യങ്ങളും. നമ്മുടെ ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും എല്ലാം ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതലായി ഭഗവാൻ അറിയാം. അപ്പം എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ക്ഷമ യാചിക്കുക, ക്ഷമ പറയുക, വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുക. അതായത് തെറ്റു ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അതല്ലാതെ മരുന്ന് കഴിച്ചിട്ട് നമ്മളൊന്ന് ഉറങ്ങിപ്പോയ കാര്യമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതൊക്കെ നമുക്ക് ഉറങ്ങാം, ഇച്ചിരി നേരം നമുക്ക് ഉറങ്ങാം, അതിലൊന്നും ദോഷമില്ല. കാരണം നമ്മുടെ ശാരീരികാവസ്ഥ കൊണ്ടാണ്. സാധാരണയായിട്ട് നമ്മൾ പറയും വ്രത സമയങ്ങളിൽ, അതായത് വ്രതം എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ പകലൊന്നും കിടന്നിങ്ങനെ ഉറങ്ങരുത് എന്ന് പറയും. കാരണം ഒന്ന് ഭഗവാനെയൊക്കെ വിളിച്ച് ശുദ്ധമായി ഇരിക്കുക. അതുകൊണ്ടാണ് ഒരുപാട് ആഹാരമൊന്നും ഈ ഏകാദശി ദിവസങ്ങൾ അല്ലെങ്കിൽ വ്രത ദിവസങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആഹാരമൊക്കെ ചിലപ്പോൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതായത് എണ്ണയും ഒക്കെ കൂട്ടി കണ്ടമാന ആഹാരമൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് മയക്കമൊക്കെ വരാം. അതുകൊണ്ടാണ് സ്വാത്വികമായ ഭക്ഷണങ്ങൾ വളരെ ലഘുവായി കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തലയിൽ ധാരാളം എണ്ണ വെച്ച് കുളിക്കരുത് എന്ന് പറയുന്നത്. കാരണം എണ്ണയൊക്കെ തലയിൽ ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നന്നായി ഉറക്കം വരും. അതുപോലെ കൺമഷി, നല്ല വീട്ടിലുണ്ടാക്കുന്ന കൺമഷിയൊക്കെ കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ അതും നമുക്ക് ഉറക്കം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഈ വിധ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പഴയ ആളുകൾ പറയുന്നത്. അക്കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ, സുഖമില്ലാത്ത ആളുകൾ, പ്രായമായ ആളുകൾ, അവർക്കൊക്കെ അവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതമെടുക്കാം. ഇപ്പോൾ ഗർഭിണികളൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ തീരെ സുഖമില്ല, ചിലപ്പോൾ ഇച്ചിരി സമയം ഒന്ന് കണ്ണടഞ്ഞ് പോയെന്നിരിക്കാം, കുറച്ച് സമയം നമ്മളൊന്ന് ഉറങ്ങിപ്പോയെന്നിരിക്കാം. അതുകൊണ്ട് അതിലൊന്നും യാതൊരു ദോഷവും നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നമ്മൾ ഇരിക്കുക. തീരെ വയ്യാതെ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് അടഞ്ഞു പോകുന്നത്. അതല്ലാതെ മനഃപൂർവ്വം അല്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ ഈശ്വരൻ അറിയാം. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും വിഷമിക്കരുത്.
ഭഗവാനെ പരമാവധി വിളിച്ചു പ്രാർത്ഥിക്കുക. ഏകാദശി നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ വ്രതശുദ്ധിയിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാ വ്രതങ്ങളിൽ വെച്ചും ഏറ്റവും പുണ്യമാണ് ഏകാദശി എടുക്കുന്നത്. കാരണം പരമമായ മോക്ഷമാണ് ഏകാദശിയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. എല്ലാവരും ദിവസവും ഭാഗവതം കഥകൾ കേൾക്കണം. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും കഥകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ കഥകളൊക്കെ കേട്ട് നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം, ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.